നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് ഈ ട്രേഡിംഗ് ഒക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വർക്കിംഗ് പ്രൊഫഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു സ്ക്രീനിൽ നോക്കിയിരിക്കാനുള്ള ഒരു സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് GTT എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു സൗകര്യം ഇപ്പോൾ നമുക്ക് ബ്രോക്കറേജിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടുകളിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ എന്താണ് ഈ GTT, എങ്ങനെയാണ് നമുക്കത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിനായിട്ട് നമ്മളോടൊപ്പം കൂടി ചേർന്നിരിക്കുന്നത് സെബി രജിസ്ട്രേഡ് അനലിസ്റ്റ് സനലാണ്. വെൽക്കം സർ. നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ക്രീനിൽ എപ്പോഴും നോക്കിയിരിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സഹായമാണ് GTT എന്ന് പറയാം. അപ്പോൾ എന്താണ് പ്രേക്ഷകർക്ക് നമുക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാം, എന്താണ് GTT, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ GTT എന്ന് പറഞ്ഞാൽ ഗുഡ് ടിൽ ട്രിഗേർഡ് എന്നാണ് അതിൻ്റെ ഒരു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്ക് അതിൻ്റെ ഇപ്പോൾ 100 രൂപ ഇരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മളത് ടെക്നിക്കൽ ലെവൽസ് എല്ലാം നോക്കിയിട്ട് നമുക്കതൊരു 90 രൂപയിലോ ഒരു 80 രൂപയിലോ 85 രൂപയിലൊക്കെ നമുക്കത് ബൈ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു 10-20 കമ്പനികൾ നമ്മൾ സ്ഥിരം വാച്ച് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമ്പനികൾ. അതെല്ലാം ഇപ്പോഴത്തെ നിലയിൽ നിന്നും കുറച്ച് താഴെ ഒരു റേറ്റിൽ ബൈ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എന്ത് വെച്ചെങ്കിൽ എല്ലാ ദിവസവും ഇതിൻ്റെ എല്ലാം സ്റ്റോക്കുകൾ നോക്കിയിട്ട് അതിന് ആ റേറ്റ് എത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ബൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഇട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരു ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. കാലത്തിട്ട് 3:30 ആവുന്ന സമയത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതോട്ട് അത് കംപ്ലീറ്റ് ആവും. പക്ഷേ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചെങ്കിൽ നമുക്ക് GTT ഓർഡർ ഇട്ട് വെക്കാം. എല്ലാ ട്രേഡിംഗ് ടെർമിനൽസിലും മറ്റേ ബ്രോക്കിംഗ് ആപ്പുകളിലും ഈ GTT ഓർഡർ ഉണ്ട്. അപ്പോൾ GTT എങ്ങനെയാണ് വർക്ക് ചെയ്യുക വെച്ചെങ്കിൽ ഇപ്പം നമുക്കൊരു സ്റ്റോക്ക് ബൈ ചെയ്യണം, നമ്മൾ ടെക്നിക്കൽ ലെവൽസ് എല്ലാം നോക്കിയിട്ട് ഒരു സപ്പോർട്ട് ലെവലിൽ ബൈ ചെയ്യണമെന്ന് വെച്ചാൽ ആ റേറ്റ് ഇട്ടിട്ട് നമുക്ക് ഓർഡർ ഇട്ട് വയ്ക്കാം. ഗുണം എന്താ വെച്ചാൽ ഒരു വർഷത്തോളം ഈ ഓർഡർ ഇട്ട് വെച്ചാൽ ഒരു 365 ദിവസമാണ് അതിൻ്റെ ഒരു കാലാവധി വരുന്നത്. അതുവരെ ആ ഓർഡർ അവിടെ ലൈവായി നിൽക്കും. അപ്പോൾ ആ ഓർഡർ ലൈവായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബ്രോക്കറുടെ ഒരു ഇൻറ്റേർണൽ ഇതിലാണ് നിൽക്കുക, എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ പോവില്ല. അതുകൊണ്ട് തന്നെ മാർജിനൊന്നും പ്രശ്നം വരില്ല. പക്ഷെ ആ ഒരു റേറ്റ് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റേറ്റ് ട്രിഗർ ആവും. അപ്പോൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ സ്റ്റോക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ടെക്നിക്കൽ ലെവൽസ് നോക്കിയിട്ട് ഒരു ബൈയിങ് ഏരിയ സപ്പോർട്ട് ലെവലിൽ നോക്കിയിട്ട് നമ്മൾ സാധാരണ സപ്പോർട്ടിലാണല്ലോ ബൈ എടുക്കുക. ആ റേറ്റ് നമുക്ക് ഓഫ് മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒഴിവുള്ളത് എപ്പോഴാണോ ആ സമയത്ത് ഇതിൻ്റെ ലെവൽസ് എല്ലാം നോക്കിയിട്ട് അതിലും മാർക്ക് ചെയ്തിടുന്നു. ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യാത്ത ആൾക്കാർ ആവുന്ന സമയത്ത് നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കില്ല. നോർമൽ കണ്ടീഷനിൽ ഈ റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവും. കാരണം 2 റേറ്റാണ് അതിലിടുക, ഒരു ട്രിഗർ പ്രൈസ് ഇടും, ഒരു പ്രൈസ് ഇടും. അപ്പോൾ ഈ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ പോകും. സാധാരണഗതിയിൽ അത് മറ്റേ ആ ഓർഡർ നടക്കും, എക്സിക്യൂട്ട് ആവും. ആ സമയത്ത് ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫണ്ട് അതിനായിട്ട് തൊട്ട് മുന്നേ ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വേണം എന്തായാലും. അങ്ങനെയെങ്കിൽ അത് എക്സിക്യൂട്ടായിട്ട് ട്രേഡ് നടക്കും. അപ്പോൾ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഇത് മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പ്രധാനമായിട്ട് ഗുണം. അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ഒക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിന് എങ്ങനെയാണ് നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക? സാധാരണഗതിയിൽ ടെക്നിക്കലി നോക്കി ചെയ്യുന്നവർക്ക് നമുക്ക് നമ്മളെല്ലാം സ്റ്റോക്കുകളിൽ തന്നെ ഓരോ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന റേറ്റിന് മേലേക്ക് ഇത് ചെയ്യാം. അപ്പോൾ ആ റേറ്റിൽ നമുക്ക് ബൈ ഓർഡർ ഇട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവും. ട്രിഗർ ആവുമെന്ന് പറഞ്ഞാൽ നോർമലി ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത് നമ്മളുടെ മാർജിനെ ബാധിക്കുന്നില്ല എന്നാണ് ഒരു ഗുണമുള്ളത്. നോർമലി നമ്മൾ ഓർഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ ഓർഡറും നമ്മൾ മാർജിനിൽ നിന്ന് കട്ട് ചെയ്ത് വരും. അപ്പോൾ സാധാരണഗതിയിൽ ഇത് അങ്ങനെയല്ല സംഭവിക്കുക. നമ്മൾ ട്രിഗർ പ്രൈസ് വന്നാൽ മാത്രമാണ് ഇത് എക്സ്ചേഞ്ചിലേക്ക് ഓർഡർ പോവുക. അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു മാർജിൻ നമ്മളെ നിന്ന് കട്ടായി പോവുള്ളൂ. നോർമൽ കണ്ടീഷൻ അപ്പോൾ ഇത്തരം ബ്രേക്ക് ഔട്ട് ലെവൽസ് എല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓർഡറുകൾ ഇട്ട് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് GTT അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ മാർജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ്, അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഫണ്ട് ആകുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്, അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് ഫണ്ട് പിടിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ അവിടെ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്? സാധാരണഗതിയിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ ഒരു 1 ലക്ഷം രൂപ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളൊരു 20 സ്റ്റോക്ക് നമ്മൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ നല്ല കമ്പനീസാണ്. നമ്മൾ ഡൗൺ സൈഡിൽ നമ്മൾ ബൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന വാച്ച് ലിസ്റ്റിലുള്ള കമ്പനികളാണെങ്കിൽ ഈ ഓർഡറുകൾ മുഴുവൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 20 ലക്ഷത്തിന് 25 ലക്ഷത്തിൻ്റെയൊക്കെ ഓർഡർ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം ഉള്ളൂ. ഇത് ഇറങ്ങി വരുന്ന ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ ട്രേഡ് നടക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു മാസം എടുത്താൽ ഇപ്പോൾ ഒരു ട്രേഡ് 2 ട്രേഡൊക്കെ ആവും. ഇതിലാ
നമ്മൾ ബൈ റേറ്റ് ഇട്ട റേറ്റിലേക്ക് എത്തുള്ളൂ. ആ ദിവസം ആ ട്രേഡ് മാത്രമാണ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് അത് കട്ടായി പൊക്കോളും. നോർമലി നമ്മൾ എല്ലാ ഓർഡറും കൂടി ഇട്ട് വെക്കണമെങ്കിൽ വലിയ പൈസ വരും. അപ്പൊ GTT ആയിട്ട് ഇട്ട് വെക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു നിശ്ചിത എമൗണ്ട് അക്കൗണ്ട് വേണം. ഇതിലത്തെ 2-3 ട്രേഡ് എക്സിക്യൂട്ട് ആയാലും അതിന് മീറ്റ് ചെയ്യാനുള്ള പൈസ ഇവിടെ നമ്മുടെ ട്രെയിനിങ് അക്കൗണ്ടിൽ വേണം എന്ന് മാത്രം. അപ്പോൾ ആ ട്രേഡ് നടന്നോളും. കാരണം 20 എന്തായാലും ഒരിക്കലും 20 ട്രേഡ് ഒരുമിച്ച് നടക്കില്ല. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് പ്രശ്നം വരുള്ളൂ. വേസ്റ്റ് സെനാരിയോ നമുക്ക് നോക്കാം. അതായത് ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഇട്ട് വെച്ച എല്ലാ ഓർഡേഴ്സും ട്രിഗർ ആയി നിൽക്കുക, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർജിൻ എഫക്ട് ചെയ്യോ? അങ്ങനെ സാധാരണ നമുക്ക് നമ്മളെ സ്റ്റോക്ക് പ്ലഡ് ചെയ്തിട്ടാകുമ്പോൾ മാർജിനും പ്രശ്നം വരാൻ വഴിയില്ല. ഇത് എന്തായാലും നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന സമയത്ത് നമുക്ക് മെസ്സേജുകൾ വരുമല്ലോ. ഇപ്പം അത് എക്സിക്യൂട്ട് ആവുന്ന മുറയ്ക്ക് നമ്മൾ ഫണ്ട് മാറ്റിയാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, അതിനുള്ള ഓർഡർ എക്സിക്യൂട്ട് ആയി എന്ന് തോന്നിയാൽ നമുക്ക് നമ്മളുടെ ബാക്കി ബാലൻസ് കിടക്കുന്ന GTT ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ത്രെഷോൾഡിൽ എത്തി. അപ്പോൾ പിന്നെ അതിനപ്പുറം നമ്മുടെ ഫണ്ട് ഇറക്കാനില്ലെങ്കിൽ ബാക്കിയുള്ള ഓർഡറുകൾ ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് മിണ്ടാണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ട്രിഗർ ആകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ടീപ്പിൻ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അത് സാധാരണ ഇതിൽ GTTക്ക് പിന്നെ ബൈയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന സമയത്ത് കുഴപ്പമില്ല. നമ്മൾ ഈ OC ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓർഡറും കൂടി GTTയുടെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതിയാണ്. വൺ ക്യാൻസൽ ദ അതർ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡറാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്കൊരു സെല്ല് ചെയ്യണം. അത് ഇന്ന റേറ്റിൽ നമ്മൾ സെല്ല് ഇട്ട് വെക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഇതും കൂടി ഉള്ളത് ചിലപ്പോൾ നമ്മുടെ ബ്രോക്കർക്ക് നമ്മൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവും, പഴയ പവർ ഓഫ് അറ്റോർണി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് ഇറങ്ങിപ്പോകും. ഇപ്പോൾ ഡിമാറ്റ് ഡെബിറ്റ് ആൻഡ് പ്ലഡ്ജ് ഇൻസ്ട്രക്ഷൻ DDP എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മുടെ ബ്രോക്കർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഷെയർ പൊക്കോളും. ഇനിയിപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇതെന്താ വെച്ചാൽ നമുക്ക് ടീപ്പിൻ എല്ലാ ദിവസവും അതിൽ ടീപ്പിൻ കൊടുത്തു വെക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഈ DDP കൊടുത്തിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ബ്രോക്കേഴ്സൊന്നും എടുത്ത് വെക്കുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ കിട്ടും. അപ്പോൾ DDP കൊടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് ഓട്ടോമാറ്റിക് നടന്നോളും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ട്രേഡ് നടക്കുന്ന സമയത്ത് നമ്മൾ ടീപ്പിംഗ് കൊടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തന്നത്. അപ്പോൾ അത് കൊടുത്ത് ഒന്നെങ്കിൽ DDP ബ്രോക്കർക്ക് കൊടുത്തിടുക. അപ്പോൾ ഈ നോർമലി സെല്ല് നടക്കുന്ന സമയത്ത് ഈ ട്രേഡ് നടന്നു പൊക്കോളും. കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ് അവസാനമായിട്ട്, GTT നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? അതിപ്പോൾ അതൊട്ടും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കിന്റെ GTT ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്? നോർമലി നമ്മൾ GTT ഇട്ട് വയ്ക്കുന്നത് സാധാരണ സ്റ്റോക്ക് നമ്മൾ സെർച്ച് ബട്ടണിൽ പോയി സെർച്ച് ചെയ്യുന്നു. അതിൽ തന്നെ അത് ഓരോ ബ്രോക്കർ ടെർമിനലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് കൂടുതലും കണ്ടിരിക്കുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ GTT എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. ആ GTT ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ചോദിക്കും ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മൾ ബൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എത്രയാണെന്ന് കൊടുക്കും. അതിലൊരു ട്രിഗർ പ്രൈസ് കൊടുക്കുന്നു. ആ ട്രിഗർ പ്രൈസ് കൊടുക്കുന്ന ആ എമൗണ്ട് ആണ് ബൈയിനാണെങ്കിൽ ട്രിഗർ പ്രൈസ് കൊടുക്കുന്നു. ആ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ട്രിഗർ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ആ ട്രിഗർ ആവും. ആ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് പോകും. പിന്നെ ബൈ റേറ്റ് എത്രയാണോ റേറ്റ് കൊടുക്കുന്നത് ആ റേറ്റാണ് എക്സ്ചേഞ്ചിലേക്ക് പോയി. ഇത്ര റേറ്റിൽ ബൈന് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ക്വാണ്ടിറ്റി ബൈ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ അത് ട്രേഡ് നടന്നോളും. അങ്ങനെയാണ് GTTയുടെ ഒരു ഇത് മൊത്തം നടക്കുന്നത്. ഓരോ ബ്രോക്കറിന്റെ ഇതിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അവസാനമായിട്ട് ഒന്നുകൂടെ ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ അതായത് ഇന്ന പെർട്ടിക്കുലർ ടൈമിലാണ് നമ്മളിത് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഇല്ല. അത് സാധാരണ മാർക്കറ്റ് അവേഴ്സിലും പോസ്റ്റ് മാർക്കറ്റിലും ഒക്കെ നമുക്ക് ഈ GTT ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും GTT ഫിക്സ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് അവേഴ്സിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ല നമ്മൾ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് ഫുൾ ടെക്നിക്കൽ ചാർട്ടുകളെല്ലാം നോക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ഈ GTT ഓർഡർ ഫിക്സ് ചെയ്യാം. താങ്ക് യു സോ മച്ച് സർ, ഇത്രയും സമയം. ഏതായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.